നമസ്കാരം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ വെള്ളിയാഴ്ച ആദ്യ പോരാട്ടത്തിന് കച്ചമുറുക്കുമ്പോൾ ടീം ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. പെർത്തിലെ ഓപ്ഷ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ 7:50 മുതലാണ് മത്സരം ആരംഭിക്കുന്നത്. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ നയിക്കുന്നത്. കൂടാതെ പരിക്കേറ്റ യുവതാരം ശുഭ്മൻ ഗില്ലിന്റെയും സേവനം ഇന്ത്യക്ക് ലഭിക്കില്ല. വിജയത്തോടെ തുടക്കം കുറിക്കാനായിരിക്കും ഇന്ത്യൻ ടീം ആഗ്രഹിക്കുക. പക്ഷേ ഇന്ത്യയുടെ ഈ മോഹം നടന്നേക്കില്ല. കാരണം ഓസ്ട്രേലിയയിൽ ഇതുവരെ കളിച്ചിട്ടുള്ള ടെസ്റ്റ് പരമ്പരകൾ എടുത്താൽ ആദ്യ മത്സരത്തിൽ ടീമിന്റെ പ്രകടനം ഒട്ടും തന്നെ സന്തോഷിക്കാൻ വക നൽകുന്നതല്ല. കഴിഞ്ഞ 77 വർഷത്തിനിടെ 13 തവണയാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര കളിച്ചിട്ടുള്ളത്. ഇതിൽ 10ലും ആദ്യ ടെസ്റ്റിൽ ടീം തോൽക്കുകയായിരുന്നു. ഇതിൽ 1ൽ മാത്രമേ ഇന്ത്യക്ക് വിജയിക്കാനും സാധിച്ചിട്ടുള്ളൂ. ശേഷിച്ച 2 ടെസ്റ്റുകൾ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു. ഇതുവരെ ഓസ്ട്രേലിയയിൽ ഇന്ത്യ കളിച്ച ആദ്യ ടെസ്റ്റുകളുടെ കൂടുതൽ വിവരങ്ങൾ വിശദമായി നമുക്ക് നോക്കാം. 1947 ഓസ്ട്രേലിയയിൽ ഇന്ത്യ ആദ്യ ടെസ്റ്റ് പരമ്പര കളിച്ചത്. ബ്രിസ്ബനിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയെ കങ്കാരുപ്പട ഇന്നിംഗ്സിനും 226 റൺസിനും തോൽപ്പിക്കുകയായിരുന്നു. റെഡ് ബോൾ ഫോർമാറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ആദ്യമായി കൊമ്പുകോർത്ത ടെസ്റ്റും ഇതുതന്നെയാണ്. അന്ന് ഓസ്ട്രേലിയൻ നിരയിൽ മുൻ ബാറ്റിംഗ് ഇതിഹാസം ഡോൺ ബ്രാഡ്മാനും കളിച്ചിരുന്നു. ബ്രാഡ്മാന്റെ 180 റൺസിലേറെ ഓസ്ട്രേലിയ 8 വിക്കറ്റിന് 382 റൺസ് എടുത്തു. മറുപടിയിൽ ഇന്ത്യ 58, 98 എന്നിങ്ങനെയുള്ള സ്കോറുകൾക്ക് ദയനീയമായി പുറത്താവുകയായിരുന്നു. 1967 അടുത്ത പര്യടനത്തിൽ അഡ്ലൈഡിലാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ മത്സരത്തിൽ ഓസ്ട്രേലിയ 146 റൺസിന് ജയിച്ചു കയറുകയും ചെയ്തു. 398 റൺസിന്റെ വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യക്ക് ഓസ്ട്രേലിയ നൽകിയത്. പക്ഷേ 251 ടീം ഓൾ ഔട്ട് ആവുകയായിരുന്നു. 1977 ബ്രിസ്ബനിൽ വെച്ചായിരുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യത്തെ പോരാട്ടം. 1977 ബ്രിസ്ബനിൽ വെച്ചുള്ള ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിൽ ബിഷൻ സിംഗ് ബേദി നയിച്ച ഇന്ത്യ 16 റൺസിന് പൊരുതി തോൽക്കുകയായിരുന്നു. സുനിൽ ഗവാസ്കർ സെഞ്ചുറിയും സായിദ് കിർമാനി 50യും കുറിച്ചെങ്കിലും ടീമിനെ ജയിപ്പിക്കാൻ ഇത് മതിയായിരുന്നില്ല. 81 ഓസീസ് പര്യടനത്തിൽ സിഡ്നിയിലായിരുന്നു ഒന്നാം ടെസ്റ്റ്. അന്ന് ഇന്ത്യ ഇന്നിംഗ്സിനും 4 റൺസിനും തോൽക്കുകയും ചെയ്തു. ഓസ്ട്രേലിയ 406 റൺസ് എടുത്തപ്പോൾ ഇന്ത്യക്ക് 2 ഇന്നിംഗ്സുകളിലായി 201 റൺസ് സ്കോർ ചെയ്യാനേ സാധിച്ചുള്ളൂ. 1985 ഓസ്ട്രേലിയയിൽ ആദ്യമായി ഒരു ടെസ്റ്റ് സമനിലയോടെ ഇന്ത്യ തുടങ്ങിയത്. അഡ്ലൈഡിൽ നടന്ന കളിയിൽ ഓസീസിനെ ഇന്ത്യ പിടിച്ചു കെട്ടുകയായിരുന്നു. ഓസ്ട്രേലിയ 381 റൺസ് എടുത്തപ്പോൾ മറുപടിയിൽ ഇന്ത്യ 520 റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തുകയായിരുന്നു. സുനിൽ ഗവാസ്കർ സെഞ്ചുറിയോടെ അന്ന് കസറിയിരുന്നു. 91 ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ ടെസ്റ്റ് ബ്രിസ്ബനിലായിരുന്നു. അന്ന് 10 വിക്കറ്റിന്റെ ഏകപക്ഷീയമായ വിജയമാണ് ഓസ്ട്രേലിയൻ ടീം സ്വന്തമാക്കിയത്. ഇന്ത്യ നൽകിയ 58 റൺസിന്റെ വിജയലക്ഷ്യം അനായാസം ഓസ്ട്രേലിയ മറികടക്കുകയായിരുന്നു. 99 അഡ്ലൈഡിലാണ് ഇന്ത്യ അന്നത്തെ ആദ്യ മത്സരം കളിച്ചത്. ഓസീസ് 285 റൺസിന് ഇന്ത്യയെ തകർത്ത് വിടുകയും ചെയ്തു. ടെസ്റ്റ് പരമ്പരയ്ക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന പേര് വന്നതും ഈ ഒരു പരമ്പരയോടെയാണ്. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യയെ അന്ന് നയിച്ചത്. 396 റൺസിന്റെ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 110 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 2003 ബ്രിസ്ബനിൽ നടന്ന ആദ്യ ടെസ്റ്റിലും ഇന്ത്യയും ഓസ്ട്രേലിയയും സമനില സംബന്ധിച്ച് വീഴുകയായിരുന്നു. സൗരവ് ഗാംഗുലിയായിരുന്നു ഈ പര്യടനത്തിൽ ഇന്ത്യൻ നായകൻ. 2007 മെൽബണാണ് ആദ്യ ടെസ്റ്റിന് ആതിഥേയത്വം വഹിച്ചത്. ഈ മത്സരത്തിൽ ഓസ്ട്രേലിയ 337 റൺസിന് ഇന്ത്യയെ പിടിച്ചു കെട്ടുകയും ചെയ്തു. അനിൽ കുംബ്ലെയ്ക്ക് കീഴിലായിരുന്നു ഈ മത്സരം ഇന്ത്യ കളിച്ചത്. 2011 പര്യടനത്തിൽ ഇന്ത്യൻ ടീമിന്റെ ആദ്യ ടെസ്റ്റ് മെൽബണിൽ വെച്ചായിരുന്നു നടന്നത്. ഈ മത്സരത്തിൽ ഓസ്ട്രേലിയ 122 റൺസിന്റെ ആധികാരിക വിജയമാണ് നേടിയത്. ധോണിക്ക് കീഴിലായിരുന്നു ഇന്ത്യ ഇറങ്ങിയത്. റൺചേസിൽ ടീം 169 റൺസിന് പുറത്താവുകയും ചെയ്തു. 2014 പര്യടനത്തിൽ അഡ്ലൈഡിൽ കളിച്ച ആദ്യ ടെസ്റ്റിൽ 48 റൺസിനാണ് ഓസ്ട്രേലിയ അന്ന് ജയിച്ചത്. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്യാപ്റ്റനായി അരങ്ങേറിയ മത്സരം കൂടിയായിരുന്നു ഇത്. 2018 ഓസ്ട്രേലിയയിൽ ആദ്യമായി ഒരു ടെസ്റ്റ് വിജയത്തോടെ തുടങ്ങാൻ ഇന്ത്യക്ക് സാധിച്ചത്. അഡ്ലൈഡിൽ നടന്ന ടെസ്റ്റിൽ വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യൻ ടീം 31 റൺസിന് ഓസീസിനെ ഞെട്ടിക്കുകയായിരുന്നു. 2020 ഇന്ത്യയുടെ അവസാന ഓസ്ട്രേലിയൻ പര്യടനം അന്നായിരുന്നു നടന്നത്. അന്ന് പകലും രാത്രിയുമായി അഡ്ലൈഡിലായിരുന്നു ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. മത്സരത്തിൽ ഓസ്ട്രേലിയ 8 വിക്കറ്റിന് ഇന്ത്യയെ കെട്ടുകെട്ടുകയും ചെയ്തു. കളിക്കളത്തിൽ പ്രകടനത്തിനാണ് മുൻതൂക്കമുള്ളത്. എങ്കിലും കണക്കുകൾ പറയാതിരിക്കാനാകാത്തത് കൊണ്ടാണ് ഈ ഒരു ആദ്യ മത്സരവുമായി ബന്ധപ്പെട്ട ഈ ഒരു ആകാംക്ഷയുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത്.